അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ശ്രീനഗറിൽ നിന്ന് ഏട്ടൻ്റെ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ദിവസമാണ്. ഇവിടുന്ന് കുറച്ച് പേര് വോളിബോൾ മാച്ചിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിന് തന്നെ നമ്മൾ തിരിച്ചു പോവുക. മാച്ച് വിൻ ചെയ്തതുകൊണ്ട് തന്നെ അവർക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയത് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. എനിക്കധികം വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു സാലഡ് കേട്ടോ പറഞ്ഞ് ഇവിടെ നിന്ന് ജന്നത്തി കശ്മീരിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നീണ്ട 2 മണിക്കൂർ യാത്ര. ഒരു തുടക്കത്തിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ ഇവിടെ ആയപ്പോൾ ശരിക്കും മനസ്സിനകത്ത് നല്ല പേടിയും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ ഗോഡ് ഹാസ് ഡിസൈഡഡ് എവറിത്തിങ് ഫോർ എ റീസൺ എന്നല്ലേ. ഇങ്ങനെ ഇടയ്ക്കെങ്കിലും ഒക്കെ ഞാൻ ജനിച്ച സ്ഥലത്തേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ആളിൻ്റെ കൂടെ വരാൻ പറ്റുന്നത് ഞാനൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആപ്പിൾ കൃഷിത്തോട്ടങ്ങളാണ്. റീസെൻ്റ്ലി നല്ല രീതിയിൽ സ്നോഫോൾ ആയതുകൊണ്ടും ഇപ്പോൾ ഇവിടുത്തെ സീസൺ അല്ലാത്തതുകൊണ്ടുമാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നത്. കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് കൃഷിസ്ഥലങ്ങളും മലകളും അത്യാവശ്യം കടകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ണടഞ്ഞു പോയാൽ ഈ കാഴ്ചകളൊക്കെ മിസ്സായി പോകുന്നുള്ളതുകൊണ്ട് ഉറങ്ങാതെ നോക്കിയിരിക്കുമായിരുന്നു. വീട്ടിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് വാൾനട്ട് ഫഡ്ജ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കഫേയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നോമ്പ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. എത്തിയിട്ടുള്ള ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ.